ഗൈസ്, നമ്മളിപ്പോൾ ബൈക്കിലായിക്കോട്ടെ കാറിലായിക്കോട്ടെ ഒരുപാട് യാത്രകളൊക്കെ പോകുന്ന ആൾക്കാരാണല്ലേ. നിങ്ങൾ പല പല വീഡിയോസ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ചുരമൊക്കെ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ വലിയ ഇറക്കമൊക്കെ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഇറക്കത്തിലുള്ള ഓഫ് റോഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ഫെയിൽ ആയി പോകുന്നത് അല്ലെ. ഒരുപാട് കാരണം ബൈക്കിന്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തിന് യാതൊരു വിധത്തിലുള്ള തകരാറ് ഉണ്ടാവത്തൊന്നുമില്ല. പക്ഷെ ഒരുപാട് പേർക്ക് നമ്മുടെ താമരശ്ശേരി ചുരമൊക്കെ ഇറങ്ങി വരുന്ന കുറേ പേരുടെ ബൈക്കിന്റെ ബ്രേക്ക് പോയി, ബ്രേക്ക് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് വഴിയിലൊക്കെ ഒതുക്കി നിർത്തി വീഡിയോസ് ഒക്കെ റീൽസ് ഒക്കെ അപ്ലോഡ് ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നറിയോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചുരം ഇറങ്ങി വരുമ്പോൾ സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ബ്രേക്ക് പിടിച്ച് അതായത് ബ്രേക്ക് താങ്ങി ഒരിക്കലും നമ്മൾ ഒരു ഇറക്കം ഇറങ്ങി വരരുത്. അങ്ങനെയല്ല. ബ്രേക്കിന്റെ പർപ്പസ് എന്ന് പറഞ്ഞ് ഇറക്കത്തിൽ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഇറക്കത്തിൽ നമുക്ക് ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യമേ വരുന്നില്ല എന്ന് ഞാൻ പറയത്തില്ല. 99% ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ബ്രേക്ക് പിടിച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ ആ ബ്രേക്ക് പാഡാണ് ഹീറ്റ് ആയിട്ട് ആ ഹീറ്റ് ആവുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാത്തത്, ബ്രേക്ക് കിട്ടാത്തത്. അപ്പോൾ ഈ ഒരു ഇറക്കമൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ചുരമൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഗിയർ ഒന്നുകിൽ ഫസ്റ്റ് ഗിയറിലിടുക അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിലിടുക. ക്ലച്ചും പിടിക്കേണ്ട, ബ്രേക്കും പിടിക്കേണ്ട. അതായത് ക്ലച്ച് പിടിക്കുന്ന സമയത്ത് എഞ്ചിനും വീലും തമ്മിലുള്ള ഒരു കണക്ഷൻ കട്ടായി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഒരു വണ്ടി ഫുൾ ത്രോട്ടിൽ കൊടുത്ത് നമ്മൾ 100 വരെ പോകുമെന്ന് വെച്ചാൽ മാക്സിമം ആ ഒരു ബൈക്കിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 100 കിലോമീറ്റർ ആണെന്ന് വിലയിരുത്തുക. ഓക്കെ, നമ്മളൊരു ഇറക്കത്തിൽ ന്യൂട്രലിട്ട് വണ്ടി ഇറക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം 100 എന്നുള്ള 150 വരെ പോകും. മനസ്സിലായോ? ക്ലച്ച് പിടിക്കുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമ്മുടെ ഉള്ള സ്പീഡിനേക്കാളും കൂടുതൽ സ്പീഡ് കൂടാനേ സഹായിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ക്ലച്ച് നമ്മൾ അവോയ്ഡ് ചെയ്യുക. ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് പാഡ് ആണെങ്കിൽ ഹീറ്റ് ആവും. ഹീറ്റ് ആയി കഴിഞ്ഞാൽ ബ്രേക്ക് ഫെയിൽ ആയി പോകും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം കുത്തനെയുള്ള ഇറക്കമാണോ അത്രത്തോളം ഗിയർ ഡൗൺ ചെയ്ത് ഓടിക്കുക. അതായത് ഒന്നാമത്തെ ഗിയർ ഇട്ട് ഓടിക്കുക അല്ലെങ്കിൽ രണ്ടാമത്തെ ഗിയർ ഇട്ട് ഓടിക്കുക. ആ ഗിയർ ഇടുമ്പോൾ തന്നെ വണ്ടിക്ക് ഒത്തിരി എഞ്ചിൻ ബ്രേക്കിംഗ് ആ ഒരു മെത്തേഡിൽ ഒരു പിടുത്തം കാണും. അപ്പം ഒരു സ്പീഡ് ലിമിറ്റിന് അപ്പുറത്തേക്ക് ബൈക്ക് പോകത്തില്ല, നമ്മുടെ കൺട്രോളിലായിരിക്കും. അത് ബൈക്ക് ആയിക്കോട്ടെ കാർ ആയിക്കോട്ടെ. മനസ്സിലായില്ലേ? കുത്തനെയുള്ള ഇറക്കമൊക്കെ ആണെങ്കിൽ ഒന്നെങ്കിൽ ഫസ്റ്റ് ഗിയർ ഇടുക, സെക്കൻഡ് ഗിയർ ഇടുക, ക്ലച്ചിൽ നിന്ന് കാലം എടുത്ത് വെച്ചിട്ട് ആക്സിലേറ്റർ കൊടുക്കേണ്ട, ഒന്നും കൊടുക്കണ്ട. വണ്ടി നൈസായിട്ട് പിടിച്ച് ഇറങ്ങി വരും. അങ്ങനെയാണ് ഇറങ്ങി വരേണ്ടത്. അപ്പൊ നമുക്ക് ക്ലച്ചും കത്തിപ്പോത്തില്ല, നമ്മുടെ ബ്രേക്ക് പാഡും കത്തിപ്പോത്തില്ല. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഏറ്റവും സേഫ് ആയിട്ട് ഇറങ്ങുന്നത്. ഈ രീതിയിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ബ്രേക്ക് ഫെയിലായി വഴി കിടക്കേണ്ട ആവശ്യം വരത്തില്ല. ക്ലച്ച് കത്തിപ്പോയിട്ട് വഴി കിടക്കേണ്ട ആവശ്യം വരത്തില്ല. മനസ്സിലായില്ലേ?